ഒരു പച്ചത്തവള ചാടിച്ചാടിപ്പോകുന്നു. ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം രണ്ട്. രണ്ട് പച്ചത്തവളകൾ ചാടിച്ചാടിപ്പോകുന്നു. ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം മൂന്ന്. മൂന്ന് പച്ചത്തവളകൾ ചാടിച്ചാടിപ്പോകുന്നു. ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം നാല്. ഹായ്, എനിക്കും പറക്കണം. എനിക്കുമുണ്ടല്ലോ ഭംഗിയുള്ള ചിറകുകൾ. ഒന്ന് പറന്നു നോക്കിയാലോ? അയ്യോ അമ്മേ, അയ്യോ. ഹേ, ഞാനും പറന്നേ. കൂ. ഞാനിനി ഒത്തിരി ഉയരും. അയ്യോ അയ്യോ, ഞാൻ തളർന്നു. പറക്കണ്ടായിരുന്നു. അയ്യോ അമ്മേ, അയ്യോ പൂച്ച, രക്ഷിക്കണേ. അയ്യോ, എവിടെ എവിടെ എന്റെ വീട്? ഇതുവഴിയല്ലല്ലോ ഞാൻ വന്നത്. അയ്യോ രക്ഷിക്കണേ. അയ്യോ, ഒരു കുഞ്ഞിക്കിളി. എന്തു പറ്റി? അയ്യോ എന്തു പറ്റി? എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ രക്ഷിക്കണേ. പേടിക്കണ്ട കേട്ടോ, ഞങ്ങൾ നിന്നെ ഒന്നും ചെയ്യില്ല. ഞാൻ കൂട്ടിൽ നിന്ന് പറന്നപ്പോ വഴി തെറ്റിപ്പോയതാ. എന്നെ വീട്ടിലെത്തിക്കോ? വിഷമിക്കണ്ട കുഞ്ഞിക്കിളി, ഞങ്ങൾ നിന്നെ വീട്ടിലെത്തിക്കാം. വീട്ടിലെത്തിക്കാനോ? ഞങ്ങൾക്ക് വയ്യ അലഞ്ഞു തിരിയാൻ. ഹോ, വരുന്നില്ലേ വേണ്ട, ഞാൻ കൂടെ പൊയ്ക്കോളാം. ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. അപ്പൂസേ, ഓടി വാ, ഒരു കുഞ്ഞിക്കിളിതാ വഴി തെറ്റി വന്നിരിക്കുന്നു. അയ്യോ, എനിക്ക് പേടിയാവുന്നു. പേടിക്കണ്ട കുഞ്ഞിക്കിളി, അത് നമ്മുടെ അപ്പൂസ. പാവം ഒരു മഞ്ഞക്കിളി കുഞ്ഞ്. അപ്പൂസേ, ഇവൾക്ക് തിരികെ പോകാൻ അറിയില്ല. നമുക്കിവളെ വീട്ടിലെത്തിക്കാമോ? എവിടാ നിന്റെ വീട്? മരത്തിൽ. ഏത് മരത്തിൽ? ഒരു വലിയ മരത്തിൽ. ഹേ, വലിയ മരത്തിലോ? പാവം, അതിനൊന്നും അറിയില്ല. ആ, അവിടെ കുളക്കരയിൽ ഒരു വലിയ മരമുണ്ട്. പക്ഷെ അത്രയും ദൂരം കൂടെ വരാൻ എനിക്ക് വയ്യ. വിഷമിക്കണ്ട കുഞ്ഞിക്കിളി, ഞാൻ നിന്നെ വീട്ടിലെത്തിക്കാം കേട്ടോ. നമുക്ക് പോവാം. ശരി. മഞ്ഞക്കിളി, മഞ്ഞക്കിളി, മഞ്ഞക്കിളി. എന്തേ? നിന്റെയാണോ ഒരു കുഞ്ഞിക്കിളി? അവള് പറന്ന് പറന്ന് താഴെ വീണു. ഇപ്പൊ കാത്തൂന്റെ കൂടെ ഉണ്ട്. എടാ മണ്ട, അവൾ പറക്കാറായിട്ടില്ല. അത് വേറെ ഏതെങ്കിലും കുഞ്ഞിക്കിളിയാവും. പിന്നെ ആരുടെയാ കുഞ്ഞിക്കിളി? ആ, അയ്യോ, കണ്ടൻ. പാട്ട. എവിടെ കിളിക്കുഞ്ഞ്? ഏത് കിളിക്കുഞ്ഞ്? നീ ആ മഞ്ഞക്കിളിയോട് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. വേഗം പറഞ്ഞോ. കാത്തൂന്റെ കൂടെ. ഓഹോ, അപ്പോ കാത്തു എവിടെ? പച്ചത്തുള്ളമാരുടെ പുല്ലിന്റെ ഇടയിൽ. സത്യമാണല്ലോ, ഇല്ലെങ്കിൽ നീ ഏത്തമിടും. സത്യം. കണ്ടനാണ് പോലും, മണ്ടൻ. ഏതാ ഞാറമരം? എനിക്കറിയില്ല. ആരോട് ചോദിക്കാൻ? ഇവിടെ ഇരിക്കാം. ആരെയും കാണുന്നില്ലല്ലോ. നീ ആ മഞ്ഞക്കിളിയുടെ കുഞ്ഞല്ലേ? എവിടെ ആയിരുന്നു നീ? ഞാൻ
പറന്ന് പറന്ന് വഴി തെറ്റിപ്പോയി. ഈ കാത്തു ചേച്ചിയാ എന്നെ രക്ഷിച്ചേ. ഇവിടെ നിന്നോ, ഞാൻ പോയി നിന്റെ അമ്മയെ കൂട്ടിക്കൊണ്ടുവരാം. ഹോ, ആശ്വാസമായി. കാത്തു, വാ ഇവിടെ, ഇവിടെ വരാൻ. അമ്മേ, ഞാൻ ഈ കുഞ്ഞിക്കിളിയെ കൊണ്ടാക്കാൻ വന്നതാ. കുഞ്ഞിക്കിളിയോ? മതി മതി, നിന്നെ കാരണം എനിക്ക് എന്നും തലവേദന തന്നെയാ. എന്നെ വഴക്ക് പറയല്ലേ അമ്മേ. എനിക്ക് വേദനിക്കും. എന്നെ വിടമ്മേ, ഞാൻ വന്നോളാം. ഹ, അവളെ വിടൂ പൂച്ചയമ്മേ. വഴിതെറ്റിപ്പോയ കുഞ്ഞിക്കിളിയെ കാത്തു വീട്ടിലെത്തിക്കുകയല്ലേ ചെയ്തത്. അമ്മേ, ഞാൻ പറഞ്ഞു അമ്മേ. അമ്മ ഇല്ലാത്ത സമയത്ത് എന്തിനാ നീ പറക്കാൻ നോക്കിയത്? കുഞ്ഞിക്കിളി, കാത്തു ചേച്ചി, ഇതാണ് എന്റെ അമ്മ. കാത്തു വലിയ കാര്യമാ ചെയ്തത്. വലിയ മനസ്സുള്ള കുട്ടിയാ അവൾ. വളരെ നന്ദി കാത്തു. എനിക്കെന്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടി. ഇനിയും കാണാം. മിടുക്കി കുട്ടി. ഉമ്മ. 57, 58, 59, 60.
പൂജാരി കാട്ടിലൂടെ തൻ്റെ ഗ്രാമത്തിലേക്ക് പോകും വഴി ഒരു കടുവയുടെ മുന്നിൽ ചെന്നുപെട്ടു. പക്ഷെ കടുവയ്ക്ക് പൂജാരിയോട് അലിവ് തോന്നി. അപ്പൂപ്പൻ എങ്ങോട്ടാ പോകുന്നത്? മോനെ, അപ്പൂപ്പൻ ഒരു കല്യാണത്തിന് പോയിട്ട് വരുന്ന വഴിയാ. കല്യാണമോ? എന്താണ് അപ്പൂപ്പ കല്യാണമെന്ന് വെച്ചാൽ? ആണും പെണ്ണും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്നതാണ് കല്യാണം. ഓഹോ, അങ്ങനെയാണോ? എന്നാൽ അപ്പൂപ്പ എനിക്കും ഒരു കല്യാണം കഴിക്കണം. ജീവൻ രക്ഷിക്കണമെങ്കിൽ എന്തെങ്കിലും ഉപായം പറഞ്ഞേ പറ്റൂ. ശരി, നീ 2 ദിവസം കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വരൂ. ഒരു സുന്ദരി കടുവയുമായുള്ള കല്യാണം ഞാൻ നടത്തിത്തരാം. പൂജാരി വീട്ടിലെത്തിയ ഉടൻ തന്നെ തൻ്റെ മിത്രങ്ങളായ നാട്ടുകാരെ വിളിച്ച് ഒരു വലിയ കൂടുണ്ടാക്കി. കടുവ വരുന്നതും കാത്തിരുന്നു. അപ്പൂപ്പ, അപ്പൂപ്പ, ഞാനിങ്ങെത്തി. എന്നാൽ പൂജാരി പേടിച്ച് വീട്ടിന് വെളിയിലിറങ്ങാൻ തയ്യാറായില്ല. നീ വന്നോ? ഞാൻ കല്യാണം നടക്കാൻ വേണ്ടിയുള്ള ചില മന്ത്രങ്ങൾ ചൊല്ലുകയാണ്. വെളിയിലുള്ള കൂട്ടിൽ കയറി വാതിലടച്ചു കിടന്നോ. ഇത് കല്യാണത്തിൻ്റെ ഒരു ചടങ്ങാണ്. അതിനെന്താ അപ്പൂപ്പ, ഇപ്പോൾ തന്നെ ഞാൻ കൂട്ടിൽ കയറാമല്ലോ. കല്യാണം കഴിക്കാൻ ഇത്രയും കഷ്ടപ്പെടണമെന്ന് ഞാൻ അറിഞ്ഞില്ല. അയ്യോ അയ്യോ അയ്യോ, എനിക്ക് കല്യാണം വേണ്ടായേ. ഞാനിപ്പോൾ ചാവും. അയ്യോ, രക്ഷിക്കണേ. നീന്തറിയാത്ത ഏതോ കടുവച്ചാരാണ്. രക്ഷിച്ചേക്കാം. നീ എന്നെ രക്ഷിച്ചില്ലേ? എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം. നിന്നെ മതി. എനിക്ക് സമ്മതം. എനിക്ക് സന്തോഷമായി. എല്ലാം ആ പൂജാരി അപ്പൂപ്പൻ്റെ മന്ത്രം കൊണ്ടാണ് നടന്നത്. എന്നെ കൂട്ടിലാക്കി വിട്ടതുകൊണ്ടാണല്ലോ നിന്നെ കിട്ടിയത്. നമുക്ക് പോയി അപ്പൂപ്പൻ്റെ അനുഗ്രഹം വാങ്ങണം. അപ്പൂപ്പ, അപ്പൂപ്പ, അയ്യോ, ആ കടുവ ചത്തില്ലേ? എന്നെ പിടിക്കാൻ തന്നെയാണ് വേറൊന്നിനെയും കൂട്ടി തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പൂപ്പ, അപ്പൂപ്പ, വേഗം ഇറങ്ങി വാ. അപ്പൂപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞു. ഞാൻ എൻ്റെ പെണ്ണിനെയും കൊണ്ടാ വന്നിരിക്കുന്നത്. അപ്പൂപ്പൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. അപ്പൂപ്പന് തീരെ സുഖമില്ല. എനിക്ക് സന്തോഷമായി.
എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ട്. ദക്ഷിണ വച്ചിട്ട് പോക്കോ. ദൈവം കാത്തു. പൊട്ടക്കണ്ണൻ മാവിലെറിഞ്ഞതുപോലെയായി. പെട്ടെന്നു മാനം കറുത്തു വന്നു, മഴയുടെ കൂട്ടത്തിൽ കാറ്റും വന്നു. പെട്ടെന്നു മാനം കറുത്തു വന്നു, മഴയുടെ കൂട്ടത്തിൽ കാറ്റും വന്നു. കരിയിലയങ്ങു പറന്നു പോയി, മണ്ണാങ്കട്ടലിഞ്ഞു പോയി. കരിയിലയങ്ങു പറന്നു പോയി, മണ്ണാങ്കട്ടലിഞ്ഞു പോയി. കരിയിലയങ്ങു പറന്നു പോയി, മണ്ണാങ്കട്ടലിഞ്ഞു പോയി. വെള്ളരിക്ക പട്ടണത്തിലെ പുതിയ രാജാവായി വാഴിക്കപ്പെട്ടെങ്കിലും വീരു ഇപ്പോഴും കുസൃതിയും കുറുമ്പുമൊക്കെ നിറഞ്ഞ ഒരു കുഞ്ഞു കുട്ടി തന്നെയാണ്. വളർത്തച്ഛനായ ചിത്രാംഗതനും വീട്ടുകാരും തന്നെയാണ് അവന്റെ മനസ്സ് നിറയെ. വീരു, മോനെ, ദേ എഴുന്നേക്ക്, നേരെ ഒത്തിരിയായി, എഴുന്നേക്ക് മോനെ. ചേട്ടനും ചേച്ചിയും വീരുവിനെ കട്ടിലിൽ നിന്ന് കുലുക്കി വിളിച്ചു. സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന വീരു കണ്ടതോ രാജമാതാവിനെ. ആഹാ, അപ്പൊ നീയാണല്ലേ എന്നെ പേടിപ്പിച്ചത്. കാണിച്ചു തരാം ഞാൻ. അയ്യോ, ശരി, ദാ എടുത്തോ. വീരു, രാജമാതാവിന്റെ ശബ്ദം കേട്ട് കുരങ്ങൻ ഓടി മറഞ്ഞു. മുറി അലങ്കോലമായി കിടക്കുന്നത് കണ്ടിട്ട്
രാജമാതാവ് ഊറിച്ചിരിച്ചു. വീരു ഇതുവരെ എഴുന്നേറ്റില്ലേ? രാജസദസ്സിൽ എല്ലാവരും എത്തി. ഇനിയും താമസിക്കാൻ പറ്റില്ല. രാജമാതാവ് വീരുവിനെ നന്നായി ഒരുക്കി സിംഹാസനത്തിൽ ഇരുത്തി. രാജസദസ്സിൽ മന്ത്രിയും സേനാപതിയും മറ്റു പരിവാരങ്ങളും രാജാവിന്റെ വാക്കുകൾക്കായി പഞ്ചപുച്ഛമടക്കി നിന്നു. മോനെ, ഇപ്പൊ കളിക്കാനുള്ള സമയമല്ല. അപ്പോഴാണ് ഒരു മരം വെട്ടുകാരൻ രാജാവിനെ മുഖം കാണിക്കാൻ രാജസദസ്സിലെത്തിയത്. മന്ത്രി കാര്യം തിരക്കി. അയ്യോ തിരുമനസേ, രാവിലെ മുതൽ ഒരു കുട്ടിക്കുരങ്ങൻ ഞങ്ങളെ ഒന്നിനും സമ്മതിക്കാതെ വലയ്ക്കുകയാണ്. വികൃതിയായ ഒരു കുട്ടിക്കുരങ്ങൻ തങ്ങളെ ശല്യപ്പെടുത്തിയതും തടിയുടെ ഇടയിൽ വെച്ചിരുന്ന ആ പൂരി അവന്റെ വാല് ചതഞ്ഞ കാര്യവും മരം വെട്ടുകാരൻ വിസ്തരിച്ചു പറഞ്ഞു. നിലവിളിച്ച് കരയുന്ന കുരങ്ങനെ മറ്റൊരു മരം വെട്ടുകാരൻ അപ്പോഴേക്കും കൊണ്ടുവന്നു. അവന് കിട്ടേണ്ടത് കിട്ടിയിട്ടും ഞങ്ങളെ വിട്ടു പോകുന്നില്ല. കരച്ചില് കാരണം ജോലി ചെയ്യാനും പറ്റുന്നില്ല. കനിവുണ്ടായി ഈ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കി തരണം. കുരങ്ങനെ കണ്ടതും വീരുവിന് ആളെ മനസ്സിലായി. വീരുവിന് ആകെ സങ്കടമായി. കുഞ്ചു, ഇത് കേട്ട് എല്ലാവർക്കും സന്തോഷമായി. വീരുവിന്റെ പരിചരണം കൊണ്ട് കുഞ്ചുവിന്റെ വാൽ പതിയെ സുഖപ്പെട്ടു. അങ്ങനെ അവർ ഒറ്റ ചങ്ങാതിമാരായി. ഒന്നിച്ച് കഴിക്കുക, കളിക്കുക, ഉറങ്ങുക, ഇതൊക്കെ പതിവായി. എന്നാൽ രണ്ടുപേരുടെയും കുസൃതികൾ ചേർന്നപ്പോൾ അതതിരില്ലാത്ത വികൃതിയായി മാറി. രാജാവിനെ നിയന്ത്രിക്കാൻ ആർക്കും കഴിയില്ലല്ലോ. ഒരിക്കൽ കളിക്കുന്നതിനിടെ വെള്ളത്തിൽ വീണുപോയ വീരുവിനെ കുഞ്ചു അതിസമർത്ഥമായി രക്ഷിച്ചു. അങ്ങനെ രാജമാതാവ് കുഞ്ചുവിനെ വീരുവിന്റെ അംഗരക്ഷകനായി നിയമിച്ചു. കുഞ്ചുവാകട്ടെ പടച്ചട്ടയും തൊപ്പിയും നീണ്ട ഒരു വടിയുമായി സദാസമയവും വീരുവിന്റെ കൂടെ നടപ്പായി. കുഞ്ചുവിന് അഹങ്കാരവും വികൃതിയും നാൾക്ക് നാൾ കൂടി വന്നു. വീരു ഒഴികെ മറ്റാർക്കും അവനെ നിയന്ത്രിക്കാൻ കഴിയാതെയായി. കൊട്ടാരത്തിലെല്ലാവരുടെയും സ്വൈര്യം കെട്ടു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കളിച്ചു തളർന്ന വീരുവിന് പതിവില്ലാതെ നല്ല ഉറക്കം വന്നു. കുഞ്ചു, എനിക്ക് നല്ല ഉറക്കം വരുന്നു. എന്നെ ആരും ശല്യപ്പെടുത്താതെ നോക്കണേ. കുഞ്ചു തലകുലുക്കി സമ്മതിച്ചു. അവൻ ഉത്സാഹത്തോടെ വീരുവിന് കാവൽ നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഈച്ച പറന്നു വന്ന് വീരുവിന്റെ മൂക്കിലിരുന്നു. ആട്ടിക്കളഞ്ഞപ്പോൾ വീണ്ടും വന്ന് കവിളിലിരുന്നു. കുഞ്ചു ആട്ടിപ്പായിക്കാൻ ശ്രമിക്കും തോറും ഈച്ചയും വാശിയോടെ തിരിച്ചു വന്നുകൊണ്ടിരുന്നു. പിന്നെ അത് കുഞ്ചുവിനെ ശല്യപ്പെടുത്താൻ തുടങ്ങി. കുഞ്ചുവിന്റെ എല്ലാ നിയന്ത്രണവും വിട്ടു. അവൻ
അവൻ ഈച്ചയെ അടിക്കാനായി വടിയെടുത്താഞ്ഞു. കുഞ്ചു വേണ്ട! കുഞ്ചു, നീ എന്താണ് ഈ ചെയ്തത്? രാജമാതാവിന് അപ്പോഴാണ് ഒരു കുരങ്ങനെ അംഗരക്ഷകനാക്കിയതിലെ വിഡ്ഢിത്തം മനസ്സിലായത്. കുഞ്ചുവിന് ഇനി അവിടെ നിന്നാലുള്ള അപകടവും മനസ്സിലായി. അവൻ പടച്ചട്ടയും വടിയും എല്ലാം ഉപേക്ഷിച്ച് വെള്ളരിക്ക പട്ടണത്തിൽ നിന്ന് തന്നെ ഓടി രക്ഷപ്പെട്ടു. ചെടികളുടെയും പൂക്കളുടെയും ഇടയിലൂടെ നടക്കാൻ എന്ത് രസം! ഹായ്, എന്ത് ഭംഗി! നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് നീന്താൻ അറിയുമായിരുന്നെങ്കിൽ പുഴയുടെ അക്കരെ പോകാമായിരുന്നു. ഇതെന്താ അനങ്ങുന്നത് പോലെ? എനിക്ക് തോന്നിയതാവുമോ? അയ്യോ, ഭൂമി കുലുങ്ങുന്നേ, ഭൂമി കുലുങ്ങുന്നേ, അയ്യോ! ഏയ്, പേടിക്കണ്ട, ഭൂമി കുലുങ്ങുന്നതൊന്നുമല്ല. നീ ആരാണ്? ഞാനൊരു പാവം ആമയാണ്.
നീ എന്റെ പുറത്താണ് കയറി നിന്നത്. അല്ല, ഞാനൊരു കല്ലിന്റെ പുറത്താണ് കയറി നിന്നത്. അത് കല്ലല്ല, എന്റെ പുറം കാണാൻ കല്ല് പോലെ തോന്നും. ആണോ? ശരിയാണ്, ഞാൻ നിന്റെ മുകളിൽ തന്നെയാണ് നിന്നത്. നിന്റെ പുറം എന്താണ് ഇങ്ങനെ പാറ പോലെ? അതോ, ഞാൻ പറഞ്ഞു തരാം. അയ്യോ, അവളെന്നെ പിടിക്കും. ചെങ്ങാതി പരുന്ത് പോയി. പരുന്ത് പോയോ? അവളെന്നെ എപ്പോഴും പേടിപ്പിക്കും. ഇങ്ങനെ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാനാണ് ഈ പുറന്തോട്. ഞാൻ തലയകത്തിട്ട് തോടിനുള്ളിൽ പതുങ്ങിയിരിക്കും. കൊള്ളാമല്ലോ ഈ സൂത്രം. ഞാനാണെങ്കിൽ കുരയ്ക്കും, രക്ഷയില്ലെങ്കിൽ ഓടി ഒളിക്കും. നിന്നെപ്പോലെ എനിക്ക് ഓടാൻ കഴിയില്ല. ഞാൻ പതിയെ ഇഴഞ്ഞാണ് പോകുന്നത്. പിന്നെ പാറ പോലുള്ള എന്റെ തോട് മാത്രമാണ് ആകെയുള്ള രക്ഷ. വരൂ, നമുക്ക് പുഴയിലേക്ക് പോകാം. ഞാൻ ഇവിടെ നിന്നാൽ പരുന്ത് ഇനിയും വരും. പാവം, ആമച്ചേട്ടനെ പരുന്ത് പിടിച്ചോ ആവോ. നിനക്ക് നീന്താൻ അറിയാമോ? നല്ല തമാശ. ഞാൻ കരയിലും വെള്ളത്തിലും ജീവിക്കും. ഇതാ എന്റെ സമ്മാനം. ഒരു പച്ചത്തവള ചാടിപ്പോകുന്നു. ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം 2. 2 പച്ചത്തവളകൾ ചാടിപ്പോകുന്നു. ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം 3. 3 പച്ചത്തവളകൾ ചാടിപ്പോകുന്നു. ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം 4. 4 പച്ചത്തവളകൾ ചാടിപ്പോകുന്നു. ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം 5. 5 പച്ചത്തവളകൾ ചാടിപ്പോകുന്നു. ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം 6. 6 പച്ചത്തവളകൾ ചാടിപ്പോകുന്നു. ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം 7. 7 പച്ചത്തവളകൾ ചാടിപ്പോകുന്നു. ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം 8. 8 പച്ചത്തവളകൾ ചാടിപ്പോകുന്നു. ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം 9. 9 പച്ചത്തവളകൾ ചാടിപ്പോകുന്നു. ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം 10.